മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU നേതാവായിരുന്ന PV കൃഷ്ണന്റെ 7ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തീരുമാനിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മുൻനിരയിലുണ്ടായിരുന്നു. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ഒരു നേതാവായി അദ്ദേഹം വളർന്നു. നമുക്കറിയാം, പാർട്ടിയുടെ ഉപരിതലത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ പട്ടികയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ മേഖലക്കകത്തുള്ള ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഒരുപാട് കാലം അദ്ദേഹം പ്രവർത്തിച്ചു. എല്ലാ കാര്യത്തിലും വളരെ ആത്മാർത്ഥമായി ത്യാഗപൂർവ്വമുള്ള പ്രവർത്തനം ഒന്നും നോക്കിയില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈഭവം കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലക്കകത്തുള്ള ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായി നിശ്ചയിച്ചു. അദ്ദേഹം ചെയർമാനായി വന്നപ്പോൾ ഏറെ സന്തോഷമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെയർമാനായി വന്നപ്പോൾ കണ്ണൂരിലെ മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഏറെ സന്തോഷമുണ്ടായിരുന്നു നമുക്ക് അതിൽ പങ്കെടുത്തു. പക്ഷെ വേദനിപ്പിക്കുന്ന അനുഭവം, അദ്ദേഹത്തിന് ആ ചെയർമാൻ സ്ഥാനവും അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VV പുരുഷോത്തമൻ, അരക്കൻ ബാലൻ എന്നിവർ സംസാരിച്ചു. K അശോകൻ, A പ്രേമരാജൻ, N മോഹനൻ, VK മനോജ്, കൊല്ലോൻ മോഹനൻ, KP രാജൻ, AV പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.